ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇഗ്നോ പോയിൻ്റ്. സോ ഇന്നത്തെ ഇഗ്നോ പോയിൻറ്റേഴ്സ് പ്രോഗ്രാം ഡിക്കോഡ് സെഷനിൽ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ പ്രൊവൈഡ് ചെയ്യുന്ന PG ഡിപ്ലോമ അഥവാ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സസിൻ്റെ ലിസ്റ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്കറിയാം PG എന്ന് പറയുന്നത് 2 വർഷമാണ്, അതായത് ഫസ്റ്റ് ഇയറും ഉണ്ട് സെക്കൻഡ് ഇയറും ഉണ്ട്. അപ്പോൾ നമുക്കറിയാം ഇഗ്നോയിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സസ്, അപ്പോൾ ഏതാണ്ട് നമ്മളൊരു ഫസ്റ്റ് ഇയർ PG കംപ്ലീറ്റ് ചെയ്യുന്നതിനോട് ഈക്വാലൻ്റ് ആണ് ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കോഴ്സസ് ഇഗ്നോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 1 വർഷം കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സസ്. അതേസമയം നിങ്ങൾക്കറിയാം നിലവിൽ ഇപ്പോൾ ഡിഗ്രി ആയിക്കോട്ടെ അഥവാ നമ്മുടെ PG ആയിക്കോട്ടെ, ഇവിടെയെല്ലാം ഒരുപാട് എക്സിറ്റ് ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡിഗ്രിയുടെ കേസിൽ നമ്മളിപ്പോൾ 3 വർഷത്തെ അല്ലെങ്കിൽ 4 വർഷത്തെ ഡിഗ്രിയൊക്കെ ആണെങ്കിൽ ഒന്നാമത്തെ വർഷം നമ്മൾ എക്സിറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു UG സർട്ടിഫിക്കറ്റ് തരും. അതേസമയം നമ്മൾ രണ്ടാമത്തെ വർഷം എക്സിറ്റ് ചെയ്യുമ്പോൾ UG ഡിപ്ലോമ തരും. അതേസമയം മൂന്നാമത്തെ വർഷമാണെങ്കിൽ UG ഡിഗ്രി വിത്ത് മേജർ ഇൻ ദാറ്റ് സബ്ജക്റ്റ് ആയിരിക്കും. അതേസമയം 4ാമത്തെ വർഷമാകുമ്പോൾ നമുക്ക് UG വിത്ത് ഒരു ഓണേഴ്സ് അല്ലെങ്കിൽ ഓണേഴ്സ് വിത്ത് റിസർച്ച് എന്നൊക്കെ പറയുന്ന ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നമ്മുടെ PG പ്രോഗ്രാം നോർമലി നമ്മുടെ ഒരു MA അല്ലെങ്കിൽ MSc കോഴ്സ് എന്ന് പറയുന്ന 2 വർഷത്തെ കോഴ്സാണ്. പക്ഷേ ഇഗ്നോയിൽ നമ്മൾ MA കോഴ്സുകളിലേക്ക് വരുമ്പോൾ കൂടുതലായിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യം, നമ്മൾ ഫസ്റ്റ് ഇയറിലെ MA കോഴ്സസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുക, അതായത് അതിൻ്റെ എക്സാംസും അസൈൻമെൻറ്റ്സും എല്ലാം കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ പാസ്സായിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് എക്സിറ്റ് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ എക്സിറ്റ് എടുക്കുന്ന അവസരത്തിൽ നമുക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ദാറ്റ് പർട്ടിക്കുലർ സബ്ജക്റ്റ് ആയിരിക്കും അവാർഡ് ചെയ്യപ്പെടുക. എന്നാൽ അത് ഒരു മെത്തേഡാണ്. ഇങ്ങനെ നമുക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ പിന്നീട് നമുക്ക് നമ്മുടെ ആ ഒരു സബ്ജക്റ്റിൻ്റെ സെക്കൻഡ് ഇയർ MA കോഴ്സിലേക്ക് ഡയറക്റ്റായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും. സോ അങ്ങനെയുള്ള ഒരു എൻട്രീനെയാണ് നമ്മൾ ലാറ്ററൽ എൻട്രി വഴി സെക്കൻഡ് ഇയറിലേക്ക് പ്രവേശിക്കുക എന്ന് പറയുന്നത്. സോ അതിനുശേഷം വീണ്ടും 1 വർഷം കൂടി പഠിച്ച് കോഴ്സസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് PG ഡിഗ്രി കിട്ടും. സോ ഇങ്ങനെയൊക്കെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ എന്നുള്ള പേരും ആ ഒരു ടേമും നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും. അപ്പോൾ ഇഗ്നോയിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ എന്ന് പറഞ്ഞ് തന്നെ നമുക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കും. സോ അതിൻ്റെ ലിസ്റ്റ് ഓഫ് കോഴ്സസ് ആണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ലിസ്റ്റിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് ഇഗ്നോ യൂണിവേഴ്സിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ അഡ്മിഷൻ ആയിക്കോട്ടെ, സർട്ടിഫിക്കേഷൻ ആയിക്കോട്ടെ, എക്സാം അസൈൻമെൻറ്റ്സ് തുടങ്ങി എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മുടെ ഈ ചാനലിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻസ് ആയിട്ട് നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും കോഴ്സ് സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഡൗട്ട്സൊക്കെ നിങ്ങളുടെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യം മെൻഷൻ ചെയ്തുകൊണ്ട് നമ്മളോട് സൊല്യൂഷൻ ചോദിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9562636469 എന്ന നമ്പറിൽ നിങ്ങൾക്ക് വോയിസ് ആയിട്ടോ ടെക്സ്റ്റ് ആയിട്ടോ നിങ്ങളുടെ ഡൗട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് സെൻഡ് ചെയ്യാവുന്നതാണ്. അത് തീർച്ചയായിട്ടും നമ്മളത് നോക്കുകയും അതിലൊരു 24 ഹവേഴ്സിനുള്ളിൽ തന്നെ റിപ്ലൈ തരാൻ ശ്രദ്ധിക്കുകയും ചെയ്യും. ഇപ്പോൾ ഇഗ്നോയുടെ അഡ്മിഷൻ ഓൺ പ്രോഗ്രസ് ആണ്. അപ്പോൾ അതിൻ്റെ ഡെഡ് ലൈൻ ഇനി അധികം ദിവസം ബാക്കിയില്ല. അപ്പോൾ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും അഡ്മിഷൻ്റെ പ്രോസസ്സ് പൂർത്തീകരിക്കുക. അപ്പോൾ നമ്മുടെ ചാനലിൽ ഓൾറെഡി അഡ്മിഷൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഡീറ്റെയിൽസും അതുപോലെ തന്നെ വിവിധ MA BA BSc അല്ലെങ്കിൽ MSc പ്രോഗ്രാംസിൻ്റെ ഒക്കെ പ്രോഗ്രാം ഡീകോഡ് എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റിൽ എല്ലാ വീഡിയോസും ചേർത്ത് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ജസ്റ്റ് ആ പ്ലേലിസ്റ്റിൽ കൂടി പോകാം. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കോഴ്സിനെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ട്, അതിൻ്റെ സബ്ജക്ട്സ് അടക്കം അല്ലെങ്കിൽ അതിലെ കോഴ്സ് സെലക്ഷൻ അടക്കമുള്ള ഡീറ്റെയിൽസ് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഡീറ്റെയിൽസിലൂടെ പോകാവുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സോ ദാറ്റ് ഇഗ്നോ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് അലേർട്ട് ഉണ്ടെങ്കിലും നമ്മളത് ഇവിടെ കൃത്യമായിട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, നിങ്ങളെ ഇൻഫോം ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ പ്രോഗ്രാംസിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ജസ്റ്റ് ആ ഒരു ലിസ്റ്റിൽ കൂടി പോകാം. സോ വി ഹാവ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ റൂറൽ ഡെവലപ്മെൻറ്റ്, ഏർലി ചൈൽഡ്ഹുഡ് ആൻഡ് ഫൗണ്ടേഷണൽ സ്റ്റേജ് എഡ്യൂക്കേഷൻ, in translation in Sindhi translation, in international business operation, applied statistics, environment and sustainable development, analytical chemistry, geoinformatics, library automation and networking, Gandhi and peace studies, disaster risk reduction and management. We have in rehabilitation psychology, higher education, education technology, school leadership and management, educational management and administration, pre-primary education, urban planning and development, developmental studies, animal welfare, corporate social responsibility, population and family health studies, tribal studies. അതേപോലെ തന്നെ ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ, ഡിജിറ്റൽ മീഡിയ, ഇൻ ഡെവലപ്മെൻറ്റ് കമ്മ്യൂണിക്കേഷൻ, ഇൻ ഇലക്ട്രോണിക് മീഡിയ, ഇൻ അഡ്വർടൈസിംഗ് ആൻഡ് ഇൻറ്റഗ്രേറ്റഡ് കമ്മ്യൂണിക്കേഷൻ. വി ഹാവ് ഇൻ ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി മാനേജ്മെൻറ്റ്, അഗ്രി ബിസിനസ്. വി ഹാവ് ഇൻ ഇൻഫർമേഷൻ സെക്യൂരിറ്റി, ഫാർമസ്യൂട്ടിക്കൽ സെയിൽസ് മാനേജ്മെൻറ്റ്, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, ക്രിമിനൽ ജസ്റ്റിസ്. We have postgraduate diploma in environmental and occupational health. Similarly, we have postgraduate diploma in folklore and culture studies, sustainability science,
മൈഗ്രേഷൻ ആൻഡ് ഡയസ്പോറ, എൻവയോൺമെൻറ്റൽ മാനേജ്മെൻറ്റ് ആൻഡ് ലോ, environment studies, waste management, climate change, women and gender studies, in book publishing, writings from India, in British literature, novel, writing from the margins, American literature, new literatures in English. We also have postgraduate diploma in social work counseling, geriatric medicine, maternal and child health, computer application, services management, human resource management, financial management, marketing management, operations management, industrial safety, distance education, etc. In distance education, that's the last postgraduate diploma course which is provided by IGNOU University. So നമ്മളിപ്പോൾ ഒരു നീണ്ട ലിസ്റ്റ് വായിച്ചു. അപ്പോൾ ഇതിൽ ഏതൊക്കെ കോഴ്സസ് ആരൊക്കെയാണ് ഓപ്റ്റ് ചെയ്യേണ്ടത്? ഒന്ന്, ഈ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സസ് വരുമ്പോൾ അത് സർട്ടിഫിക്കറ്റ് കോഴ്സ് പോലെയല്ല. സർട്ടിഫിക്കറ്റ് കോഴ്സസ് മിക്കതും നമുക്കൊരു +2 ക്വാളിഫിക്കേഷൻ മതി. അതേസമയം പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സസ് വരുമ്പോഴത്തേക്കും അതിൽ നമ്മളോട് കൃത്യമായിട്ട് നമ്മുടെ ഒരു ഗ്രാജുവേഷനിൽ നമ്മൾ ഇന്ന സബ്ജക്റ്റ് പഠിച്ചതായിരിക്കണം എന്നൊക്കെ എലിജിബിലിറ്റി പറയാറുണ്ട്. അപ്പോൾ ആർട്സ് മേഖലയിൽ നിന്നുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സസിന് ഏതെങ്കിലും ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി മതിയാവും. അതേസമയം കുറച്ചും കൂടി സയൻസ് ഓറിയൻറ്റ് ചെയ്ത സബ്ജക്ട്സ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ സയൻസ് ഒക്കെ ആവശ്യപ്പെടാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് കോഴ്സാണോ എടുക്കാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ എലിജിബിലിറ്റി സ്പെസിഫിക് ആയിട്ട് നമ്മൾ നോക്കണം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സ് എടുക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ അടുത്ത് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഡൗട്ട് എന്താണോ അത് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസ് റെഫർ ചെയ്ത് നമ്മൾ നിങ്ങൾക്ക് ഉത്തരം പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇവിടെ ഒരുപാട് ഇപ്പോൾ ട്രാൻസ്ലേഷൻ മേഖലയിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സഹായകമായിട്ട് ഡിപ്ലോമ ഇൻ ട്രാൻസ്ലേഷൻ, അതേപോലെ തന്നെ ഹിന്ദി ട്രാൻസ്ലേഷന് വേണ്ടിയിട്ടുള്ള കോഴ്സസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നിങ്ങൾ കുറച്ചും കൂടി താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും ഇവിടെ ഒരുപാട് ബുക്ക് പബ്ലിഷിംഗ്, അതേപോലെ റൈറ്റിംഗ്സ് ഫ്രം ഇന്ത്യ, ബ്രിട്ടീഷ് ലിറ്ററേച്ചർ, നോവൽ, റൈറ്റിംഗ് ഫ്രം ദി മാർജിൻ, അമേരിക്കൻ ലിറ്ററേച്ചർ, ന്യൂ ലിറ്ററേച്ചേഴ്സ് ഇൻ ഇംഗ്ലീഷ് എന്നൊക്കെ പറയുന്നത് BA ഇംഗ്ലീഷ് പോലെയുള്ള കോഴ്സസ് എടുക്കുന്ന ആളുകൾക്ക് വളരെ സഹായകമാണ്. കാരണം ഈ ബുക്ക് പബ്ലിഷിംഗ് മേഖലയിലൊക്കെ നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ടീച്ചേഴ്സായിട്ടോ ലെക്ചറേഴ്സായിട്ടൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിലും നമ്മൾ ചിലപ്പോൾ നമ്മുടെ കോളേജിൽ നമ്മൾ MA ഇംഗ്ലീഷിനോ അല്ലെങ്കിൽ നമ്മുടെ BA ഇംഗ്ലീഷിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് പഠിച്ച സബ്ജക്ട്സിൽ ഒരുപക്ഷെ നമ്മൾ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള കാറ്റഗറീസ് ഓഫ് ആൾക്കാരെ കുറിച്ചുള്ള ലിറ്ററേച്ചേഴ്സ് പഠിച്ചിട്ടുണ്ടായിരിക്കില്ല. ഒരുപക്ഷെ നമ്മുടെ സ്പെഷ്യലൈസേഷൻ അമേരിക്കൻ ലിറ്ററേച്ചറിലായിരിക്കില്ല. പക്ഷേ നമ്മളൊരു കോളേജിൽ വരുമ്പോൾ നമ്മൾ പഠിപ്പിക്കാൻ കയറുമ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെയുള്ള അറിവ് വളരെയധികം ഉപകാരപ്രദമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മേഖലകളിൽ കൂടി നിങ്ങൾക്ക് പഠിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സസ് എടുത്ത് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ വിമൻ ആൻഡ് ജെൻഡർ സ്റ്റഡീസ്, അതേപോലെ തന്നെ നമ്മളിവിടെ കണ്ടു സോഷ്യൽ വർക്ക് കൗൺസിലിംഗ്, ജെറിയാട്രിക് മെഡിസിൻ, മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത് തുടങ്ങിയ കോഴ്സസൊക്കെ നമുക്കിങ്ങനെ സോഷ്യൽ വർക്ക് ഓറിയൻറ്റ് ചെയ്ത് ഉള്ള ഫീൽഡിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്. അതായത് കൗൺസിലിംഗ് പോലെയുള്ള മേഖലകളിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ ജെറിയാട്രിക് മെഡിസിൻ, മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത് എന്നൊക്കെ പറയുന്നത് കുറച്ചും കൂടി നഴ്സിംഗ് ഓറിയൻറ്റഡ്, കെയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളാണ്. സോ അങ്ങനത്തെ കോഴ്സസ് വേണമെങ്കിൽ നമുക്ക് പഠിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് ഒരു കോഴ്സ് ഇഗ്നോയിൽ അവൈലബിൾ ആണ്. സോ അതിൽ ഒരുപാട് കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള നോളജ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. പിന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ സർവീസസ് മാനേജ്മെൻറ്റ്, ഹ്യൂമൻ റിസോഴ്സ്, ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ്, മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്, ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എന്നെല്ലാം പറയുന്നത് കൂടുതലായിട്ടും MBA സൈഡിലേക്ക് ഓറിയൻറ്റ് ചെയ്തിരിക്കുന്ന കോഴ്സുകളാണ്. അപ്പോൾ നിങ്ങളിത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ആയതുകൊണ്ട് നിങ്ങൾ 1 വർഷമേ ചെയ്യുന്നുള്ളൂ. അതേസമയം നിങ്ങൾ MBA ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2 വർഷമായിരിക്കും. അല്ലെങ്കിൽ ഇനി MBA ചെയ്ത ആളുകൾ തന്നെ ചിലപ്പോൾ നിങ്ങൾ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റിലായിരിക്കും അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിലായിരിക്കും നിങ്ങളുടെ സ്പെഷ്യലൈസേഷൻ. അപ്പോൾ MBA HR എടുത്ത ഒരാൾക്ക് പക്ഷേ ജോലിയുടെ സാധ്യതകളിലേക്ക് വരുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ HR ആയിട്ട് വർക്ക് ചെയ്യാൻ കയറിയിട്ടുണ്ടായിരിക്കാം. പക്ഷേ നിങ്ങളുടെ ഒരു ഹയർ ലെവൽ പോസ്റ്റിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റോ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റോ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റോ ഒക്കെ പഠിക്കുന്നത് ഉപയോഗം ഉള്ള കാര്യമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണ്, നിങ്ങൾക്ക് അത്തരത്തിലൊരു കോഴ്സ് പെർസ്യൂ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനത്തെ 1 വർഷത്തെ ഡിപ്ലോമ കോഴ്സസ് എടുക്കാം. കാരണം നിങ്ങൾക്ക് ഓൾറെഡി ഒരു MBA ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വീണ്ടും രണ്ടാമതൊരു MBAക്ക് പോകുന്നതിന് പകരം നിങ്ങൾക്കൊരു സർട്ടിഫിക്കേഷൻ എന്ന രീതിയിൽ മറ്റ് MBAയുടെ വേരിയൻസ് ആയിട്ടുള്ള ഈ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെയും മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൻ്റെ ഒക്കെ ഐഡിയാസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സസ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഇൻഡസ്ട്രിയൽ സേഫ്റ്റി, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്നൊക്കെ പറയുന്നത് ഇഗ്നോ പ്രൊവൈഡ് ചെയ്യുന്ന അത്ര അധികം കണ്ട് പരിചിതമല്ലാത്ത കോഴ്സസുകളിൽ ചിലതാണ്. പക്ഷേ എങ്കിൽ പോലും ഒരുപാട് സ്റ്റുഡൻസ് MA എഡ്യൂക്കേഷൻ, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ, അഡൽട്ട് എഡ്യൂക്കേഷനിലൊക്കെ സ്പെഷ്യലൈസ് ചെയ്യുന്നവരുണ്ട്. സോ തീർച്ചയായിട്ടും അങ്ങനെയുള്ളവർക്ക് ഇങ്ങനത്തെ കോഴ്സസും എടുത്ത് പെർസ്യൂ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ
നമ്മൾ മോളിൽ വിട്ടുപോയ കുറച്ച് കോഴ്സസ് ഉണ്ട്. അതായത് ഡിപ്ലോമ ഇൻ ഫോക്ലോർ ആൻഡ് കൾച്ചറൽ സ്റ്റഡീസ് എന്നൊക്കെ പറയുന്നത് അതിൻ്റെ തന്നെ MA കോഴ്സും ഇഗ്നോയിൽ അവൈലബിൾ ആണ്. സോ ഇത്തരത്തിൽ പഠിക്കാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും അത് പഠിക്കാവുന്നതാണ്. പിന്നെ സസ്റ്റൈനബിലിറ്റി സയൻസ്, മൈഗ്രേഷൻ ആൻഡ് ഡയസ്പോറ തുടങ്ങിയ കോഴ്സുകൾ അവൈലബിൾ ആണ്. വീണ്ടും ഈ സസ്റ്റൈനബിലിറ്റി സയൻസും പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ എൻവയോൺമെൻറ്റ് മാനേജ്മെൻറ്റ് ആൻഡ് ലോ, എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് എന്നൊക്കെ പറയുന്നത് എൻവയോൺമെൻറ്റുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരുപാട് ഐഡിയാസ് തരുന്ന കോഴ്സാണ്. അപ്പം നിങ്ങൾ ചിലപ്പോൾ MSc ജോഗ്രഫി ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കാം. അപ്പോൾ MSc ജോഗ്രഫി അല്ലെങ്കിൽ BScക്ക് ജോഗ്രഫി ഒക്കെ എടുത്ത് പഠിക്കുന്ന ആൾക്ക് തീർച്ചയായിട്ടും ഈ ബാക്കി എൻവയോൺമെൻറ്റിൻ്റെ വേറെ കുറച്ച് ഡയമെൻഷൻസും എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഡിപ്ലോമ കോഴ്സസ് ചെയ്യാവുന്നതാണ്. ഇനി പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ അഗ്രി ബിസിനസ്, ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി മാനേജ്മെൻറ്റ് തുടങ്ങിയ കോഴ്സുകളും ഏതാണ്ട് ഇതേ ഒരു മോഡൽ നമുക്ക് ഈ ഒരു മേഖലകളിൽ സ്പെസിഫിക് ആയിട്ട് പഠിക്കാൻ ആഗ്രഹമുണ്ട്, നമ്മൾ അതിലൊരു ജോബ് അല്ലെങ്കിൽ ഒരു കരിയർ പ്രോസ്പെക്ട്സ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എടുത്ത് പഠിക്കാവുന്നതാണ്. വീണ്ടും പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഇൻഫർമേഷൻ സെക്യൂരിറ്റി, അതേപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇവിടെ ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഇൻഫ്രാസ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും നമ്മൾ കൂടുതൽ പഠിക്കുന്നത്. പിന്നെ ഫാർമസ്യൂട്ടിക്കൽ സെയിൽസ് മാനേജ്മെൻറ്റ്, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, ക്രിമിനൽ ജസ്റ്റിസ് തുടങ്ങിയ കോഴ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി വലിയ സെറ്റ് ഓഫ് ഒരു കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മേഖലയാണ് മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം സ്കൂളിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന വിവിധ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമകൾ. അപ്പോൾ നമുക്കറിയാം ഇഗ്നോയിൽ MA ജേർണലിസം 4 ടൈപ്പ് ഓഫ് ജേർണലിസം ഇഗ്നോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഡെവലപ്മെൻറ്റ് ജേർണലിസം ആണ്. അതേപോലെ തന്നെ ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു ജനറൽ ഒരു MA, അതായത് എല്ലാ കോളേജസിലും ഉള്ള പോലത്തെ ഒരു MA കോഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ ജേർണലിസം ആൻഡ് ഡിജിറ്റൽ മീഡിയ എന്ന് പറയുന്ന ഒരു കോഴ്സ് ഇഗ്നോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ MA ജേർണലിസം ഇൻ ഇലക്ട്രോണിക് മീഡിയ. അപ്പോൾ ഈ കോഴ്സസ് എല്ലാം MA കോഴ്സസ് ആണ്. അപ്പോൾ ആ MA കോഴ്സസിനോട് ചേർന്ന് നിൽക്കുന്നതാണ് ഈ ഒരു വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഈ പറയുന്ന 4 വേരിയൻസിനും. അതേപോലെ തന്നെ അതുകൂടാതെ ഡെവലപ്മെൻറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന മേഖലയിൽ ഒരു ഡിപ്ലോമ കോഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ അഡ്വർടൈസിംഗ് ആൻഡ് ഇൻറ്റഗ്രേറ്റഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു ഒരു കോഴ്സ് ഉണ്ട്. കാരണം നമുക്കറിയാം നമ്മളിപ്പോൾ ജേർണലിസം എടുത്തു കഴിഞ്ഞാലും എല്ലാവരും TV-യിലോ അല്ലെങ്കിൽ പത്രത്തിലോ ഒന്നും റിപ്പോർട്ടേഴ്സും എഡിറ്റേഴ്സും ന്യൂസ് റീഡേഴ്സും ഒന്നും ആയിട്ടായിരിക്കില്ല വർക്ക് ചെയ്യുന്നത്. പലരും ഇപ്പോൾ അഡ്വർടൈസിങ് പോലെയുള്ള മേഖലകളിലേക്ക് പോകും. പലരും ഡിജിറ്റൽ മീഡിയ, ഇന്നത്തെ പുതിയ യുഗത്തിൽ ഡിജിറ്റൽ മീഡിയ, ഇലക്ട്രോണിക് മീഡിയയുടെ സാധ്യതകൾ ഉപയോഗിച്ച് ജേർണലിസ്റ്റുകളായിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്. അതേപോലെ തന്നെ പബ്ലിക് റിലേഷൻസ് ഫ്രണ്ടിലും അതേപോലെ തന്നെ അഡ്വർടൈസിങ് മേഖലകളിലേക്കൊക്കെ പോകുന്ന ആളുകളുണ്ട്. സോ അത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സസ് ജേർണലിസം സ്കൂൾ ഓഫ് ജേർണലിസത്തിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. സോ അത്തരത്തിൽ ആഗ്രഹമുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ഈ കോഴ്സസ് എടുത്ത് പഠിക്കാവുന്നതാണ്. അതേപോലെ തന്നെ പ്രീ പ്രൈമറി എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് എഡ്യൂക്കേഷൻ മാനേജ്മെൻറ്റ്, സ്കൂൾ ലീഡർഷിപ്പ്, എഡ്യൂക്കേഷൻ ടെക്നോളജി, ഹയർ എഡ്യൂക്കേഷൻ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇഗ്നോ കുറച്ച് കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ടീച്ചേഴ്സാണ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഫീൽഡിൽ കോർഡിനേറ്റേഴ്സും അക്കാഡമിക് കോർഡിനേറ്റേഴ്സും ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ലീഡർഷിപ്പ് പൊസിഷനിൽ ഇരിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കോഴ്സസ് എടുത്ത് പഠിക്കുന്നത് അവരുടെ ഒരു സ്കൂൾ എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ കോളേജ് ക്യാമ്പസസ് ഒക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും ലേണേഴ്സിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ കരിക്കുലം ബിൽഡ് ചെയ്യാനും ഒക്കെ സഹായകമാവുന്ന കോഴ്സായിരിക്കും. അതേപോലെ തന്നെ അർബൻ പ്ലാനിംഗ്, ഡെവലപ്മെൻറ്റൽ സ്റ്റഡീസ്, ആനിമൽ വെൽഫെയർ, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, പോപ്പുലേഷൻ ആൻഡ് ഫാമിലി ഹെൽത്ത് സ്റ്റഡീസ്, ട്രൈബൽ സ്റ്റഡീസ് തുടങ്ങി പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സസും അതത് മേഖലകളിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകൾ തീർച്ചയായിട്ടും എടുത്ത് പഠിക്കുന്നത് നല്ലതായിരിക്കും. ഇനി പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ റീഹാബിലിറ്റേഷൻ സൈക്കോളജി എന്ന് പറയുന്ന ഒരു കോഴ്സും ഇഗ്നോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ലൈബ്രറി സയൻസ് മേഖലയിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ലൈബ്രറി ഓട്ടോമേഷൻ ആൻഡ് നെറ്റ്വർക്കിംഗ് പഠിക്കാം. ജിയോ ഇൻഫോർമാറ്റിക്സ് പോലെയുള്ള കോഴ്സ് ഇഗ്നോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അപ്ലൈഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, എൻവയോൺമെൻറ്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, ഇൻ്റർനാഷണൽ ബിസിനസ് ഓപ്പറേഷൻ തുടങ്ങിയ കോഴ്സുകളും ഇഗ്നോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഈ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ ആൻഡ് മാനേജ്മെൻറ്റ് എന്നൊക്കെ പറയുന്ന കോഴ്സ് നമുക്കിപ്പോൾ ജോഗ്രഫി അലൈൻ ചെയ്ത് പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് എൻവയോൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ചും കൂടി ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള അല്ലെങ്കിൽ പോളിസി ഇനീഷ്യേറ്റീവ്സിലൊക്കെ അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റുന്ന ജോബുകൾ നോക്കുന്ന ആളുകൾക്കൊക്കെ ഈ കോഴ്സസ് എടുത്ത് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് വളരെ ബേസിക് ആയിട്ട് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സസിനെ കുറിച്ച് പറയാനുള്ളത്. നമ്മളെല്ലാ കോഴ്സസും ഓർഡറിലല്ല പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയൊക്കെ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുമോ അങ്ങനെ ഗ്രൂപ്പ് ചെയ്താണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾ ജസ്റ്റ് ഞാനൊന്ന് സ്ക്രോൾ ചെയ്യാം, നിങ്ങൾക്ക് ഈ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സസിൻ്റെ ലിസ്റ്റിൽ കൂടി ഒന്ന് പോകാം. ആൻഡ് യു ക്യാൻ ഓൾസോ ജസ്റ്റ് pause the video and go through the courses. സോ ഞാൻ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് വൺസ് അഗെയിൻ ഈ കോഴ്സസ് എല്ലാം കാണാം. ആൻഡ് നിങ്ങളുടെ ഫീൽഡുമായിട്ട് ഓറിയൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് ഏതാണോ അത് തിരഞ്ഞെടുത്ത് പഠിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ കോഴ്സിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഇൻഫോ അല്ലെങ്കിൽ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻസ് ആയിട്ട് അറിയിച്ചു കഴിഞ്ഞാൽ നമ്മളതിന്
ഉത്തരം നൽകുന്നതായിരിക്കും. അതേപോലെ തന്നെ ഇഗ്നോയിൽ ഒരുപാട് ഡിപ്ലോമ കോഴ്സസ് അവൈലബിൾ ആണ്. അപ്പോൾ ആ ഡിപ്ലോമ കോഴ്സസിൻ്റെ ലിസ്റ്റും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് കോഴ്സസ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഒട്ടനവധി പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സസ് ഉണ്ടല്ലോ, അതിൻ്റെ തന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് കോഴ്സസും അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് എന്ന് പറയുമ്പോൾ കമ്പാരിറ്റീവ്ലി കുറച്ചായിരിക്കും നമ്മൾ പഠിക്കുക. ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ കുറച്ചധികം നമ്മൾ പഠിക്കും. അതേസമയം നമ്മുടെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ എന്ന് പറയുമ്പോൾ വളരെയധികം പഠിക്കും. ഇക്വാലൻ ടു ഒരു ഫസ്റ്റ് ഇയർ PGയുടെ കണ്ടൻറ്റ് തന്നെ നമുക്ക് ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സിൽ പഠിക്കാനുണ്ടായിരിക്കും. സോ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ആൻഡ് if you have any further doubts, you can definitely text message or voice message to 95 62 63 64 69. We are happy to help you. Have a happy learning experience with IGNOU University. Stay tuned for more updates. Please subscribe to the channel. Thank you.